ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തിയ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിലായി.
മൂന്നാറിൽ വീണ്ടും അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി. ഉൽപാദനം കുറഞ്ഞതോടെ നേന്ത്രക്കായ വില ഉയർന്നു തന്നെ തുടരുന്നു. വാർത്തകൾ വിശദമായി. വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിലായി. അടിമാലി മച്ചിപ്ലാവ് സ്വദേശി രമണനാണ് പിടിയിലായത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ VP മനുവും സംഘവും നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തത്. അടിമാലി മച്ചിപ്ലാവ് സ്വദേശി രമണനാണ് പിടിയിലായത്. ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നട്ടുവളർത്തി പരിപാലിച്ചു വന്നിരുന്ന 66 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രതിയെ അടിമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദിലീപ് NK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൽ ലത്തീഫ്, ധനീഷ് പുഷ്പചന്ദ്രൻ, മുഹമ്മദ് ഷാൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിൽ വീണ്ടും അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 2ാം മൈലിലടക്കം ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന വഴിയോര കച്ചവടശാലകൾ നീക്കം ചെയ്തു. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു ഒഴിപ്പിക്കൽ. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വഴിയോര വിൽപ്പനശാലകൾ നാളുകൾക്ക് മുൻപ് നീക്കം ചെയ്തിരുന്നു. പിന്നീട് ഒഴിപ്പിക്കലിനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദമേറിയതോടെ നടപടികൾ നിർത്തിവെച്ചു. മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കോടതി നിർദ്ദേശങ്ങളും ഉണ്ടായി. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 2ാം മൈലടക്കം ദേശീയ പാതയോരത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന വഴിയോര കച്ചവടശാലകൾ നീക്കം ചെയ്തു. പള്ളിവാസൽ 2ാം മൈൽ ഭാഗത്ത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് നോട്ടീസ് നേരത്തെ നൽകിയിരുന്നതാണ്. പക്ഷേ ആ നോട്ടീസ് ചലഞ്ച് ചെയ്തുകൊണ്ട് ചിലരൊക്കെ കോടതിയെ സമീപിച്ചിരുന്നു. കേസ് പരിഗണിച്ച കോടതി കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് ഉത്തരവിട്ടത്. കേസ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. കയ്യേറ്റം ഒഴിപ്പിച്ച് അടുത്ത സിറ്റിങ്ങിന് മുൻപ് കളക്ടറോട് റിപ്പോർട്ട് കൊടുക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ കയ്യേറ്റക്കാർക്ക് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു. നോട്ടീസിൻ്റെ സമയപരിധി 5 ദിവസമായിരുന്നു. സമയപരിധി അവസാനിച്ചതിന് ശേഷവും ഈ കയ്യേറ്റക്കാർ സ്വയമേധയാ ഒഴിഞ്ഞു പോകാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എവിക്ഷൻ നടത്തുന്നത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു ഒഴിപ്പിക്കൽ ജോലികൾ നടത്തിയത്. വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചിരുന്നു. വഴിയോര വിൽപ്പനശാലകൾ വർദ്ധിച്ചതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒഴിപ്പിക്കൽ നടപടി. സിറ്റി വിഷൻ, മൂന്നാർ. ഉൽപാദനം കുറഞ്ഞതോടെ നേന്ത്രക്കായ വില ഉയർന്നു തന്നെ തുടരുന്നു. കിലോഗ്രാമിന് 64 മുതൽ 65 രൂപയാണ് മൊത്തവില. 76 മുതൽ 80 രൂപ വരെയാണ് ചില്ലറ വില. മൈസൂരുവിൽ നിന്നുൾപ്പെടെയുള്ള നേന്ത്രക്കായ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. ഉൽപാദനം കുറഞ്ഞതോടെ നേന്ത്രക്കായ വില ഉയർന്നു തന്നെ തുടരുന്നു. കിലോഗ്രാമിന് 64 മുതൽ 65 രൂപയാണ് മൊത്തവില. 76 മുതൽ 80 രൂപ വരെയാണ് ചില്ലറ വില. കർണാടകയിലും തമിഴ്നാട്ടിലും ഇപ്പോൾ ഏത്തക്കായ ഉൽപാദനം കുറവാണ്. മൈസൂരു, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലെ മാർക്കറ്റുകളിലേക്ക് പ്രധാനമായും നേന്ത്രക്കായ എത്തുന്നത്. നേന്ത്രക്കായ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. നാടൻകായാണ് ഇപ്പോൾ നമുക്കിവിടെ വില കൂടുതലും. നാടൻകായുടെ വിലയാണ് ഇപ്പോൾ ഈ കൂടി നിൽക്കുന്നത്. വറുകായും അതേപോലെ തന്നെ എല്ലാ കായ്ക്കും ഒരേ വില ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ കച്ചവടം കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറവാണ്. ഓണത്തിനേക്കായും വില കൂടിയേക്കാം. കാരണം ഓണത്തിനാണല്ലോ വില കൂടുന്നത്, അപ്പോൾ അതിനേക്കായും വില കൂടിയിട്ടേക്കുന്നത്. സീസൺ തീരാറായതോടെ മൈസൂരുവിൽ നിന്നുള്ള നേന്ത്രക്കായ വരവ് വലിയ തോതിൽ കുറഞ്ഞു. 1 മാസം കഴിയുന്നതോടെ വയനാട് നിന്നുള്ള നേന്ത്രക്കായ വിപണിയിലേക്ക് കൂടുതലായി എത്തുമെന്നും ഇതോടെ വില കുറയുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. അതേസമയം വില കൂടിയതോടെ നേന്ത്രക്കായയുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞതായും വ്യാപാരികൾ പറയുന്നു. നേന്ത്രക്കായ വില ഉയർന്നെങ്കിലും കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. വനനിയമ ഭേദഗതിക്കെതിരെ മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ സായാഹ്ന ധർണ നാളെ. രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ജനുവരി 10 രാജാക്കാട് ടൗണിൽ സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വനനിയമ ഭേദഗതിക്കെതിരെ രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ജനുവരി 10-ന് രാജാക്കാട് ടൗണിൽ സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധർണാ സമരം ഒരു സൂചനാ സമരമാണെന്നും പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന കരിനിയമങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വന നിയമ ഭേദഗതി പിൻവലിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സത്വരമായി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സായാഹ്ന ധർണ നടത്തുകയാണ്. കുറേ കാലങ്ങളായിട്ട് വനവും വനസംബന്ധമായിട്ടുള്ള നിയമങ്ങളും കാരണം സാധാരണക്കാരായ കർഷകർക്ക് ജീവിതം വളരെ ദുസ്സഹമായി തീർന്ന ഒരു സാഹചര്യമാണ്. അനുദിനമെന്നോണം വിവിധ ദേശങ്ങളിൽ വന്യമൃഗ ആക്രമണത്താൽ സാധുക്കളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കൂടാതെ പുതിയ വന നിയമ ഭേദഗതിയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ കുറയാത്ത തസ്തികയിലുള്ള ആളുകൾക്ക് വനനിയമം ലംഘിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയെ മജിസ്ട്രേറ്റിൻ്റെ അറസ്റ്റ് വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ സൂക്ഷിക്കാനും വീട് റെയ്ഡ് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുക. ഭരണകക്ഷിയിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളും ഈ നിയമത്തെ എതിർത്ത് പ്രസ്താവന ഇറക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും സർവകക്ഷികളും ചേർന്ന് നിയമസഭയിൽ ഈ വനനിയമം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള നിയമങ്ങൾ നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 4-ന് SNDP ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ധർണയുടെ ഉദ്ഘാടനം രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ ചെയർമാൻ MP ശ്രീകുമാർ നിർവഹിക്കും. അതിൻ്റെ അകത്ത് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് രാജാക്കാട് ക്രിസ്തു രാജ ഫെറോന ചർച്ച് വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചരക്കൽ അച്ഛനാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ സമരം ഒരു രാഷ്ട്രീയക്കാർക്കും എതിരല്ല. ഇത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ഭരണാധികാരികളുടെ കണ്ണുറപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്നൊരു ധർണാ സമരമാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഈ ധർണാ സമരം നാളെ 4 മണിക്ക് ആരംഭിക്കുകയും 7 മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തും. കോർഡിനേറ്റർ VS ബിജു അധ്യക്ഷത വഹിക്കും. സാബു വാവലക്കാട്ട്, PB മുരളീധരൻ നായർ, ഫാദർ എൽദോസ് മേനോത്തുമാലിൽ, ഫാദർ ബേസിൽ പുതുശ്ശേരിൽ, ഇമാം മൻസൂർ ബാഖവി, ഇമാം നിസാർ ബാദ്രി, VK മോഹനൻ, സജിമോൻ കോട്ടയ്ക്കൽ, CB കൊച്ചുവള്ളാട്ട്, ടൈറ്റസ് ജേക്കബ്, ജോഷി കന്യാക്കുഴി, VV ബാബു, KP ജെയിൻ, KM സുധീർ, ജമാൽ ഇടശ്ശേരിക്കുടി, MR അനിൽകുമാർ, VC ജോൺസൺ, KP സജീവ്, ബെന്നി ജോസഫ്, A ഹംസ, സാം കളീക്കൽ, അബ്ദുൽ കലാം, PK സുനിൽകുമാർ, ബിനോയ് കൂനമ്മാക്കൽ, ജോണി റാത്തപ്പള്ളിൽ എന്നിവർ പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. രാജകുമാരി കടുക്ക സിറ്റി രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കിരമണൻ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ 10 മുതൽ 14 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി രാമചന്ദ്രം ദേവീശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ 10 മുതൽ 14 വരെ നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് CN സുരേഷ്, സെക്രട്ടറി VR സുനിൽകുമാർ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ PG രാജേഷ്, കൺവീനർ ദീപു ഭാസ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവം ഈ വരുന്ന 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വളരെ ഭംഗിയായി എല്ലാ ക്ഷേത്ര ആചാര മര്യാദകളും പാലിച്ചുകൊണ്ട് രാജകുമാരിയിൽ നടക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഈ പുണ്യകർമ്മത്തിൽ പങ്കുചേരണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ കലശാഭിഷേകം, താലപ്പൊലി ഘോഷയാത്ര, നെയ്യഭിഷേകം, അപ്പം മൂടൽ, അൻപൊലിപ്പറ, കുങ്കുമാഭിഷേകം, അഷ്ടാഭിഷേകം, വിവിധ കലാപരിപാടികളും ഗാനമേള, തിരുവാതിര, പ്രസാദകൂട്ട് തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ നടത്തും. 1-ാം ദിവസമായ 10-ാം തീയതി രാവിലെ 5 മണിക്ക് പള്ളി ഉണർത്തൽ.
അഭിഷേകം, മലർനിവേദ്യം, നവകലാശം, പഞ്ചാംഗ്യം, നടക്കൽ, പറനിറയ്ക്കൽ, വൈകിട്ട് 5:30 നടതുറക്കൽ, ദീപാരാധന, ഭജന, പ്രസാദകൂട്ട്, അത്താഴ പൂജയോടുകൂടി നട അടയ്ക്കും. 14-ാം തീയതി മകരവിളക്ക് മഹോത്സവം രാവിലെ 5:30 പള്ളി ഉണർത്തൽ, സമൂഹ ഗണപതി ഹോമം, ഉപദേവത കലശം, വിഷ്ണു നെയ്യഭിഷേകം തുടങ്ങി വിവിധങ്ങളായ പൂജാതി കർമ്മങ്ങൾ നടക്കും. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് താലപ്പൊലി ഘോഷയാത്ര കുരുവിള സിറ്റിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും തെയ്യം, മയിലാട്ടം, കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. നേരിമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ടിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 27-നായിരുന്നു അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചത്. അണക്കെട്ടിൽ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷ് റാക്ക് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾക്കായിട്ടായിരുന്നു സ്ലൂയിസ് വാൽവ് തുറന്ന് അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളഞ്ഞത്. അണക്കെട്ടിൽ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷ് റാക്ക് കാലപ്പഴക്കത്തെ തുടർന്ന് മാറ്റി സ്ഥാപിക്കേണ്ടുന്ന ജോലികളായിരുന്നു നടത്തേണ്ടതായുള്ളത്. ഇതിനായിട്ടായിരുന്നു കഴിഞ്ഞ ഡിസംബർ 27-ന് അണക്കെട്ടിന്റെ സ്ലൂയിഡ് വാൽവ് തുറന്ന് അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി ഒഴുക്കിക്കളഞ്ഞത്. ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടത്തി. പണികൾ പൂർത്തീകരിക്കപ്പെട്ടതോടെയാണ് ഡാമിൽ വീണ്ടും വെള്ളം നിറച്ചത്. 1961-ലാണ് കല്ലാർകുട്ടി അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്. ഇവിടെ നിന്നും നേരിമംഗലം ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽമുഖത്തെ ട്രാഷ് റാക്ക് അക്കാലത്ത് സ്ഥാപിച്ചതാണ്. ഇടയ്ക്കിടെ തകരാറിലാകുന്ന ട്രാഷ് റാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ഇതുവരെ ചെയ്തിരുന്നത്. കാലഹരണപ്പെട്ട ട്രാഷ് റാക്ക് മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന നടപടികൾ ആദ്യമായാണ് നടത്തിയത്. അണക്കെട്ടിൽ ധാരാളമായ മണലും ചെളിയും വന്നടിഞ്ഞിരിക്കുന്നതിനാൽ ഏറ്റവും താഴ്ഭാഗത്തെ ട്രാഷ് റാക്കുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മണലും ചെളിയും നീക്കുന്ന മുറയ്ക്ക് ഈ ജോലികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്ത്യയിലെ ലീഡിംഗ് ടൈൽസ് ബ്രാൻഡായ കജാരിയ ടൈൽസുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി 8000 സ്ക്വയർ ഫീറ്റിൽ കജാരിയ പ്രൈം ഷോറൂം. അതോടൊപ്പം ട്രെൻഡി കളക്ഷനുകളുടെ കണ്ണൻ ചിപ്പിക്കുന്ന ശേഖരവുമായി സിംബോളയുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല, ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം. Make your home beautiful with KG Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല.
അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വീണ്ടും വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിൽ വീണ്ടും മോഷണം. വീട് പണിയാൻ വെച്ചിരുന്ന 1 ലക്ഷം രൂപയാണ് മോഷ്ടാവ് അപഹരിച്ചത്. ഇന്നലെ പട്ടാപ്പകൽ 57 മൈൽ താമസിക്കുന്ന കാളിദാസ് ഷീന ദമ്പതികളുടെ വീട്ടിലാണ് കള്ളൻ കയറിയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വണ്ടിപ്പെരിയാറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പട്ടാപ്പകൽ മോഷണം തുടങ്ങിയിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ 57 മൈൽ രമ്യ ഭവനിൽ കാളിദാസ് ഷീന ദമ്പതികളുടെ വീട്ടിലാണ് ഇന്നലെ പകൽ സമയം മോഷണം നടന്നത്. കാളിദാസ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഭാര്യ എസ്റ്റേറ്റിൽ ജോലിയും ചെയ്തു വരുന്നു. ഇവർ രണ്ടുപേരും ജോലിക്ക് പോയ സമയം നോക്കി വീടിന്റെ മേൽക്കൂര തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയാണ് അപഹരിച്ചത്. ഇതോടൊപ്പം ഷീന അയൽക്കൂട്ടത്തിൽ നിന്നും വാങ്ങിവെച്ച രൂപയും അപഹരിച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ ജനൽ ചില്ലകളും അടിച്ചു തകർത്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അകത്ത് കയറുമ്പോൾ അലമാരിയെല്ലാം കുത്തി പൊട്ടിച്ചിട്ടിരിക്കുന്നു. ഏണി ചാരി കട്ടിലെ വെച്ചേക്കുക. ഷീറ്റ് പൊട്ടിച്ച് ഏണി അകത്തിറക്കി ഏണി കട്ടിലെ ചാരി വെച്ചേക്കുക. ഏണി അതുവഴിയാണ് ഇറങ്ങി എല്ലാം എടുത്തിട്ട് അടുക്കള കതക് തുറന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സംഭവം വണ്ടിപ്പെരിയാർ പോലീസിൽ അറിയിക്കുകയും പോലീസ് വീട് സുരക്ഷാ വലയത്തിലാക്കുകയും ചെയ്തു. തുടർന്ന് ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പൊട്ടിയ ജനൽ ചില്ലകളും ഇത് പൊട്ടിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും പോലീസ് നായ മണം പിടിക്കുകയും പ്രതിക്കായുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്തു. വീട് നിർമ്മാണത്തിനായി പോസ്റ്റ് ഓഫീസിൽ മാസങ്ങളായി കാളിദാസ് ഓട്ടോറിക്ഷ ഓടിച്ച് സ്വരൂപിച്ച രൂപയാണ് മോഷ്ടാവ് അപഹരിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിലായി ആളുകൾ ജോലിക്ക് പോകുന്ന തക്കം നോക്കി വീട്ടിൽ കയറി മോഷണം നടത്തുന്നത് പതിവായി തുടരുകയുമാണ്. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെയും അടിമാലി കുമളി ദേശീയപാതയുടെയും നവീകരണ ജോലികൾ സംബന്ധിച്ച അവലോകന യോഗം അടിമാലിയിൽ നടന്നു. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ദേശീയപാത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. നേരിമംഗലം വനമേഖലയിൽ നിലനിന്നിരുന്ന നിർമ്മാണ തടസ്സങ്ങൾ പരിഹരിച്ചെന്നും അടിമാലി കുമളി ദേശീയപാതയുടെ തുടക്കം സംബന്ധിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും MP പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം നടന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട വിവിധ ന്യൂനതകൾ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയുമുണ്ടായി. അടിമാലി കുമളി ദേശീയപാതയുടെ തുടക്കം സംബന്ധിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ദേശീയപാത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. നേരിമംഗലം വനമേഖലയിൽ നിലനിന്നിരുന്ന നിർമ്മാണ തടസ്സങ്ങൾ പരിഹരിച്ചെന്നും അടിമാലി കുമളി ദേശീയപാതയുടെ തുടക്കം സംബന്ധിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും MP പറഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ യോഗമാണ് നടത്തിയത്. ദേശീയപാതയുടെ ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ പങ്കെടുത്തു. അടിമാലിയുമായി ബന്ധപ്പെട്ട് 2 ദേശീയപാതയാണുള്ളത്, എല്ലാവർക്കും അറിയാം. ഒന്ന് നമ്മുടെ കൊച്ചി മൂന്നാർ ദേശീയപാത NH85, അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ നിർമ്മാണം. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരിമംഗലം മുതൽ വാളറ വരെയും വാളറയ്ക്ക് ശേഷം മൂന്നാർ വരെയുമുള്ള ആ ഒരു വികസന പ്രവർത്തനം അതിൻ്റേതായ തരത്തിലുള്ള പല പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്ന് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് പല പരാതികളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ വിവിധ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുകയും ചർച്ച ചെയ്യുകയും അമിക്കബിളായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് പല രീതിയിൽ ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെൻറ് തലത്തിലും ഒക്കെ പരിഹരിക്കേണ്ടത് അതിൻ്റേതായ നിലയിലുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അടിമാലി കുമളി ദേശീയപാതയുടെ തുടക്കം അടിമാലി അമ്പലപ്പടിയിൽ നിന്നും മിനിപ്പടിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഈ ഭേദഗതി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുവാൻ തീരുമാനിച്ചതായും MP പറഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. കഴിഞ്ഞ ഒരാഴ്ചയായി പടയപ്പ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റിലും പടയപ്പ എത്തി. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലേക്കാണ് പടയപ്പ എത്തിയത്. കഴിഞ്ഞ ദിവസം കന്നിമല എസ്റ്റേറ്റിലും രാത്രിയിൽ പടയപ്പ എത്തിയിരുന്നു. ഇവിടെ വ്യാപക കൃഷിനാശവും വരുത്തി. ഒരാഴ്ചക്കാലമായി കന്നിമല, ഗ്രാംസ്ലാൻഡ്, പെരിയവാര എന്നിവിടങ്ങളിൽ ചുറ്റിത്തിരിയുകയാണ് പടയപ്പ. ഒടുവിലാണ് ഇപ്പോൾ നയമക്കാട്ടിലേക്കും എത്തിയത്. മുമ്പ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട കാട്ടാനയായിരുന്ന പടയപ്പയിൽ ആക്രമണ സ്വഭാവം ഉണ്ടായതോടെ തോട്ടം തൊഴിലാളികളും ഭീതിയിലാണ്. ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്താതെ പ്രതിരോധം തീർക്കണമെന്ന ആവശ്യമാണ് തോട്ടം തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ.
പൊട്ടൻകാട് നിന്നും 2 വിദ്യാർത്ഥികളെ കാണാനില്ല. ഇന്നലെ 5:30 മുതലാണ് കാണാതായത്. അലൻ, രോഹിത് എന്നിവരെയാണ് കാണാതായത്. സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം വസ്ത്രം മാറിയ ശേഷമാണ് കുട്ടികൾ പോയത്. രോഹിത് കറുത്ത പാന്റും ചുവന്ന ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. അലൻ കറുത്ത പാന്റും കറുത്ത ടീഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ഇവരെ കണ്ടുകിട്ടുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. മുൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KV ജോസഫ് IPS റിട്ടയർഡ് കുഴഞ്ഞു വീണ് മരിച്ചു. പ്രഭാത നടത്തത്തിനിടെ ഇന്ന് രാവിലെ അറക്കുളം സെന്റ് ജോസഫ് കോളേജിന് മുൻപിൽ വെച്ചായിരുന്നു സംഭവം. കുഴഞ്ഞു വീഴുന്നത് കണ്ട് കോളേജ് ഗ്രൗണ്ടിലുണ്ടായിരുന്നവർ ഓടിയെത്തി മൂലമറ്റം ബിഷപ്പ് വയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിലായി. മൂന്നാറിൽ വീണ്ടും അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി. ഉൽപാദനം കുറഞ്ഞതോടെ നേന്ത്രക്കായ വില ഉയർന്നു തന്നെ തുടരുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbaur. Opening shortly at Kattapana. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സ്വപ്നതുല്യമായ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് നിങ്ങളുടെ ബഡ്ജറ്റിൽ മികച്ച ക്വാളിറ്റിയിൽ യാഥാർത്ഥ്യമാക്കുന്നു. ചോയ്സ് ബിൽഡേഴ്സ്. നൂതന ആശയങ്ങൾ, പ്രീമിയം മെറ്റീരിയലുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു ക്ലയന്റിന് ആവശ്യമായതെല്ലാം ഞങ്ങളുടെ പ്രൊഫഷണൽ ടീം നൽകുന്നു. പ്ലാൻ, പെർമിറ്റ്, കൺസ്ട്രക്ഷൻ, 3D എലിവേഷൻ, പെയിന്റിംഗ്, വയറിംഗ്, ക്വാളിറ്റി വുഡ് അല്ലെങ്കിൽ നൂതന മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള കാർപ്പൻട്രി വർക്കുകൾ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്ക്സ്, മോഡുലർ കിച്ചൺ, ടേൺ കീ സർവീസ് തുടങ്ങിയ എല്ലാ വർക്കുകളും അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടെ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരവാദിത്തത്തോടു കൂടി കേരളത്തിൽ എവിടെയും വർക്കുകൾ ചെയ്തു നൽകുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
ചോയ്സ് ബിൽഡേഴ്സ്, രാജക്കാട്, ഇടുക്കി. 8606-560-526 9496-120-526. ഇന്ത്യയിലെ ലീഡിംഗ് ടൈൽസ് ബ്രാൻഡായ കജാരിയ ടൈൽസുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി 8000 സ്ക്വയർ ഫീറ്റിൽ കജാരിയ പ്രൈം ഷോറൂം. അതോടൊപ്പം ട്രെൻഡി കളക്ഷനുകളുടെ കണ്ണൻ ചിപ്പിക്കുന്ന ശേഖരവുമായി സിംബോളയുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല, ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം. Make your home beautiful with KJ Granite and Tiles, Kattapana, Kanjirappalli.